മാടായി പഞ്ചായത്തിലെ MCFന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. വിശ്രമമുറി ഉൾപ്പെടെ മികച്ച സൗകര്യങ്ങളോടെയാണ് 40 ലക്ഷം രൂപ ചെലവിൽ കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കുന്നത്. ഇനി റൂഫിംഗും ഇന്റർലോക്കുമാണ് പൂർത്തിയാക്കാനുള്ളത്. മാടായി പഞ്ചായത്തിലെ MCFന്റെ പുതിയ കെട്ടിടമാണ് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നത്. കെട്ടിടത്തിൽ വിശ്രമമുറി, ഓഫീസ്, ടോയ്ലറ്റ് തുടങ്ങിയ സൗകര്യങ്ങൾക്കൊപ്പം മാലിന്യങ്ങൾ വേർതിരിക്കാനായി പഴയ കെട്ടിടത്തിനെയും പുതിയതിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റൂഫിംഗും ഒരുക്കുന്നുണ്ട്. മാലിന്യം ഇവിടെ നിന്നും ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് വേർതിരിക്കാനാവും. ഇനി ഇന്റർലോക്കും റൂഫിംഗുമാണ് പൂർത്തിയാക്കാനുള്ളത്. മാലിന്യമുക്ത പഞ്ചായത്താക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് MCF നിർമ്മിച്ചത്. ആദ്യ കെട്ടിടം നിർമ്മിക്കുമ്പോൾ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. പിന്നീട് യാഥാർത്ഥ്യം ജനങ്ങളെയും മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്തിയാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയതെന്ന് മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ പറഞ്ഞു. ആദ്യം ഒരുപാട് എതിർപ്പുകളൊക്കെ ഉണ്ടായ സാഹചര്യം ഉണ്ടായെങ്കിലും പിന്നീട് അതൊക്കെ നാട്ടുകാരെയും അതുപോലെ ബന്ധപ്പെട്ട ആൾക്കാരെയും ഒക്കെ ബോധ്യപ്പെടുത്തി ഒരു മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി ഞങ്ങളിവിടെ ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ അപര്യാപ്തമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഒരു പുതിയ MCF ഒരു മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി ഇവിടെ ഉണ്ടാക്കാൻ സാധിച്ചു. അതിപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കകം അതുകൂടി ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ പഞ്ചായത്തിലെ 20 വാർഡുകളിൽ നിന്നും കളക്ട് ചെയ്ത് വരുന്ന ഈ തരംതിരിച്ച പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് വെക്കാനുള്ള സൗകര്യം പൂർണ്ണമാകും. അതോടൊപ്പം തന്നെ ഇപ്പോൾ പുതിയ ഈ കെട്ടിടത്തിൽ വിശ്രമമുറികളും അതുപോലെ തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള വിശ്രമമുറി, അവർക്കുള്ള ടോയ്ലറ്റ്, അവരുടെ കാര്യങ്ങൾ അവർക്ക് എഴുത്തുകുത്തുകൾ നടത്താനുള്ള ചെറിയ ഓഫീസ്, ഈ സംവിധാനത്തോടു കൂടിയാണ് ഇപ്പോഴുള്ള ഈ MCF ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. 40 ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കുന്നത്. പുതിയ കെട്ടിടം വരുന്നതോടെ അത് ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുൾപ്പെടെ ഏറെ ഉപകാരപ്രദമാകും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.